good all the time. Thank you, Jesus. Thank you, Lord. Hallelujah. He and his ചേർന്ന് പാടാമല്ലോ. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനും നീ എന്റെ അല്പസമയം ദൈവത്തിന്റെ വചനം നമുക്ക് ചിന്തിക്കാം. താങ്ക് യു ലോർഡ്. രാത്രി സ്തോത്രം വേണ്ടി ഇരുപ്പാൻ ഇതിനെപ്പറ്റി സന്തോഷമുണ്ട്. സന്തോഷമുള്ള നല്ലൊരു ആമേൻ പറയാമോ? ആമേൻ. ദൈവം പട്ടണത്തെ നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ.
ഇടയ്ക്ക് സ്തോത്രം ഈ 2 ആഴ്ച മുമ്പ് സ്തോത്രം ഈ പട്ടണത്തെ മാത്രമല്ല ഇന്ത്യ ഭരിക്കുന്ന ഒരു ദേശാധിപതി സ്തോത്രം ഇറങ്ങി. എന്നെ സ്തോത്രം മെസ്സേജിൽ കൂടെ ഇത് കവർ ചെയ്യാം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ദുഷ്ടശക്തികളെ ദിവസങ്ങൾ താഴെയിട്ടുണ്ട്. ദൈവമക്കളുടെ വിടുതലുടെയും ജയത്തിന്റെ ദിവസങ്ങളെ ദൈവം ഇടയ്ക്ക് നമ്മുടെ സ്തോത്രം ക്ലാസ്സിൽ കൂടെ കേട്ട പ്രവചനങ്ങളൊക്കെ എല്ലാം ദൈവമക്കൾ സ്തോത്രം ഓർമ്മയിൽ കാണും. നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. പ്രവാചകന്മാർ സ്തോത്രം വിളിച്ചു പറയുന്നതൊക്കെ വലിയ ഉണർവ് പട്ടണത്തിൽ നടക്കും. ദൈവം പറഞ്ഞാൽ അതിനെതിരെ ആര് പ്രവർത്തിച്ചാൽ സ്തോത്രം ദൈവത്തിന്റെ ജനനത്തിന് വേണ്ടി വ്യക്തികൾ തയ്യാറാകട്ടെ. വായിക്കാം സ്തോത്രം യെശയ്യായുടെ പ്രവചന പുസ്തകം, The book of Isaiah chapter 54. യെശയ്യായുടെ പ്രവചനത്തിന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 1-ാം വാക്യം 2-ാം വാക്യം. അതിനെ 1-ാം വാക്യം കൊണ്ട് പറയാം. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഞാൻ കുറച്ചുകൂടി വചനം നമ്മൾ വായിച്ചങ്ങ് സ്തോത്രം കേൾക്കാൻ പോവാം. ഇന്ന് രാത്രി സ്തോത്രം ആത്മാ ചലിക്കുവാനും സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കും. അതിന് മുമ്പ് ഇംഗ്ലീഷിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ സിംഗ് ഓ ബാരൻ, ആരുടെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സിംഗ് ഓ ബാരൻ. അതിന്റെ അർത്ഥം സ്തോത്രം ഈ 54-ാമത്തെ അധ്യായം തുടങ്ങുന്ന വാക്ക് ഘോഷിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് നമ്മള് തർജ്ജമ ചെയ്താൽ പാടണം. ആദ്യമേ തുടങ്ങുന്ന വാക്കാണ് പാടണം. എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം പാടുവാൻ തയ്യാറായിട്ടുള്ളൂ? നമ്മൾ തുടങ്ങി തന്നെ പാട്ടോടെ കൂടിയാണ് പ്രാർത്ഥിച്ചു, പാട്ടുപാടി നമ്മൾ ഇന്നലെ പാടുന്നത് സ്തോത്രം. ഈ ക്രിസ്ത്യാനികൾക്ക് ദൈവമക്കൾക്ക് എപ്പോഴും ഒരു മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എപ്പോഴും അതിനെ തടസ്സം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് പാട്ട്. മരിച്ചാലും പാടും, ആരെങ്കിലും വീട്ടിൽ ജനിച്ചാലും പാടും, മീറ്റിങ്ങിനകത്ത് പാടും, ആരെങ്കിലും സ്വന്തം ദുഃഖ സമയത്തിലും പാടും, സന്തോഷത്തിന്റെ സമയത്തിലും പാടും. അങ്ങനെയല്ലേ? മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ശവക്കളറിലും ആരെങ്കിലും സ്വന്തം ശവടക്കം ചെയ്യണമെങ്കിൽ അവിടെയും പാട്ട് പാടും. കാരണം പാട്ട് പാടുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവമക്കൾ. അവരെല്ലാ സമയത്തും, അത് ദുഃഖ സമയമാണെങ്കിലും സന്തോഷത്തിന്റെ സമയമാണെങ്കിലും പാടും. പക്ഷെ ഇത് കർത്താവ് സ്തോത്രം ദൈവമക്കളോട് ഇന്ന് സ്തോത്രം ഒരു ആലോചന പറയുന്നുണ്ട്. ഇതുവരെ ഒരു അത്ഭുതം കിട്ടാത്ത ദൈവമക്കളോട്, ഇതുവരെ ഒരു വിടുതലില്ലാത്ത ദൈവമക്കളോട്, ഇതുവരെ ഒരു സ്തോത്രം നല്ലത് നടന്നിട്ടില്ലാത്തവരുടെ ജീവിതത്തിൽ ഇംഗ്ലീഷിനകത്ത് വായിക്കുന്നത് സിംഗ് ഓ ബാരൻ, അങ്ങനെ കൊടുത്തത് ബാരൻ മച്ചിയെ, മലയാളത്തിൽ അങ്ങനെ കൊടുത്തേക്കുന്നത് പ്രസവിക്കാത്ത മച്ചിയെ എന്ന് പറഞ്ഞാൽ ഇതുവരെ സ്തോത്രം കുഞ്ഞിന് ജനനം കൊടുത്തിട്ടില്ലാത്ത സ്ത്രീയെ മച്ചി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ. ഇന്ന് സ്തോത്രം ദൈവസഭയ്ക്ക് ചിലർക്കൊക്കെ എല്ലാം പറയാനുണ്ട്, അല്ലെ ബ്രദറെ, എന്റെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷ പോലും ജനിച്ചിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഒരു ആത്മാവിനെ പോലെ ഞാൻ ജനിച്ചിട്ടില്ല, ഇന്ന് ജനിപ്പിച്ചിട്ടില്ല, എന്റെ ജീവിതത്തിൽ സ്തോത്രം ഒരു അത്ഭുതത്തെ പോലും ജനിപ്പിച്ചിട്ടില്ല. ഇന്ന് രാത്രി നിങ്ങൾക്കാണ് ഒരാലോചന. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ ജനിപ്പിക്കണമെങ്കിൽ, വിടുതൽ ജനിപ്പിക്കണമെങ്കിൽ, അത്ഭുതങ്ങൾ ജനിപ്പിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള മച്ചിയായ അനുഭവങ്ങൾ മാറണമെങ്കിൽ കർത്താവിന്റെ ആലോചന ആക്കുക, പാടുക. യഹോവയെ നിങ്ങൾ പാടുമ്പോൾ സ്തോത്രം, നിങ്ങൾ സ്തോത്രം ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെക്കാട്ടിലും നിങ്ങൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് നന്മ കിട്ടിയവരെക്കാട്ടിലും, ഒരു സാക്ഷ്യം പറഞ്ഞവരുടെ ആ വ്യക്തികളെക്കാട്ടിലും നിങ്ങൾ സ്തോത്രം കൂടുതൽ അത്ഭുതങ്ങൾ സാക്ഷ്യങ്ങൾ പറയും. എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ഞാൻ സ്തോത്രം ഇന്ന് തൊട്ട് പാടുവാൻ ഞാൻ തയ്യാറാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സ്തോത്രം ദൈവത്തിനോട് കൂടെ ഒരു കാര്യം പറഞ്ഞാലോ, ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ സ്തോത്രം ശക്തി വ്യാപരിക്കണമെങ്കിൽ അന്യായ ശക്തികൾ, സ്തോത്രം കറപ്ഷൻ തൊട്ട് ദുഷ്ടശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ കീഴടങ്ങണമെങ്കിൽ ആത്മാവിലും സത്യത്തിലും ദൈവമക്കൾ സ്തോത്രം ഈ പട്ടണത്തിൽ എല്ലാ സ്ഥലത്തിലും ആരാധിക്കണം. അങ്ങനെ ആരാധിച്ചാൽ മാത്രം അന്തരീക്ഷത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കും. ദൈവമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് സ്തോത്രം നമ്മളൊക്കെ എപ്പം പാട്ട് പാടുന്ന പറഞ്ഞാൽ കീബോർഡ് തുടങ്ങുമ്പോൾ, ഡ്രം കൊട്ടുമ്പോൾ അപ്പോഴാണ് നമ്മുടെ പാട്ട് തുടങ്ങുന്നത്.
പക്ഷേ വരുന്നുള്ള ദിവസങ്ങൾ ദൈവമക്കൾ മ്യൂസിക്കിനെ അനുസരിച്ചാണ് പാടാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു സ്തോത്ര ലൈഫ് സ്റ്റൈലായിട്ട് ദൈവം മാറ്റാൻ പോകും. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സ്തോത്രം, യാത്ര ചെയ്യുമ്പോഴും ബസ്സിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സ്തോത്രം, എപ്പോഴും സ്തുതി അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരു അനുഭവം എന്തുവാ നിങ്ങൾ പാടാൻ പോകുന്നത്? നമ്മൾ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു. കർത്താവ് പറയുന്നു സ്തോത്രം, പ്രസവിക്കാത്ത മച്ചിയെ നീ ആർക്കുക, നീ സ്തോത്രം പാടണം. ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രം നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ, പാടാൻ പഠിക്കുമ്പോൾ ചിലതൊക്കെ ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകും. ഈ യേശയ്യാ 54 അധ്യായം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ ബൈബിളിൽ തന്നെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അത് ദൈവത്തിന്റെ വചനം. ഇത് ഒരു മാഗസിനോ ഒരു ന്യൂസ് പേപ്പർ അല്ല, ഒരു ദിവസം വായിച്ചിട്ട് എടുത്ത് കളയാൻ. ഇത് ജീവൻ തരുന്ന ദൈവത്തിന്റെ വചനം. ഇതിനെ സ്തോത്രം വായിച്ചവർ ഒരു ദിവസവും നശിച്ചിട്ട് പോയിട്ടില്ല. അതുപോലെ നടന്നവർ വചനത്തിനനുസരിച്ച് കേട്ടും വായിച്ചും അതുപോലെ ജീവിക്കുന്നവരുടെ ജീവിതം തകർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറയാമോ? യേശു കർത്താവ് പറഞ്ഞു, എന്റെ വാക്ക് കേട്ട് അതുപോലെ നടക്കുന്ന വ്യക്തി സ്തോത്രം പാറത്തിന്റെ മുകളിൽ വീട് പണിതു. എന്റെ വാക്ക് കേട്ട് അതുപോലെ തന്നെ ചെയ്യാതെ അതിനെതിരെ ചെയ്തവർ അല്ലെങ്കിൽ അനുസരിക്കാത്തവർ അവരെങ്ങനെയായിരുന്നു? മണലിന്റെ മീതെ വീട് പണിതതുപോലെ. എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ വ്യത്യാസം ഡിഫറൻസ് സ്ഥലത്തിലാണ് പണിത്. പക്ഷേ രണ്ടുപേർക്കും ഒരേപോലുള്ള പ്രശ്നം. മഴ വന്നു, കാറ്റടിച്ചു, പ്രശ്നങ്ങൾ വന്നു. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്കും ഉണ്ട് പ്രശ്നം. വചനം കേട്ടിട്ട് ചെയ്യാത്തവരുടെ ജീവിതത്തിലും പ്രശ്നമുണ്ട്. പക്ഷേ ആരാ ജയിക്കാൻ പോകുന്നത്, ആരാ നിൽക്കാൻ പോകുന്നത് പറഞ്ഞാൽ ദൈവവചനത്തിനെ അനുസരിക്കുന്ന ദൈവമക്കളാണ് നിൽക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറയാമോ? ഇത് രാത്രി ദൈവത്തിന്റെ വചനം ചിലതൊക്കെ പഠിപ്പിക്കുമ്പോൾ അതുപോലെ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ എത്ര പ്രശ്നം വന്നാലും തകരാതെ നമ്മൾ നിർത്തുന്ന ദൈവവചനത്തിന് ദൈവത്തെ ശ്രദ്ധിക്കണം. ഈ ദൈവവചനം എന്തോ നമ്മൾ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതുവരെ പ്രസവിക്കാത്ത മച്ചിയെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഞായറാഴ്ചകളൊക്കെ ചിലരൊക്കെ എന്താ പറയാം, ഓ എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് സ്വന്തം ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നു, ഒരു പെൺകുഞ്ഞിനെ തന്നു, ദൈവം എനിക്ക് ആ അത്ഭുതം ചെയ്തു. ഒരു സഹോദരി എണീറ്റു, അവർ പറഞ്ഞു എനിക്ക് സ്തോത്രം കാശില്ല, എനിക്ക് ദൈവം സ്തോത്രം ഒരു കാല് തന്നു. ഒരു ബ്രദർ എണീറ്റു, അവർ ഒരു സാക്ഷ്യം പറയും, ബ്രദറെ സ്വതന്ത്ര ദൈവസഭയോട് എനിക്ക് ഒരു സാക്ഷ്യമുണ്ട്. ദൈവം സ്വതന്ത്ര ബാംഗ്ലൂർ പട്ടണത്തിന് വന്ന സമയത്ത് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ദൈവം വീട് തന്നു. കുറെ പേരൊക്കെ എല്ലാം സാക്ഷ്യം വരാറുണ്ട് അല്ലെ? ഈ നമ്മുടെ ആരാ പറഞ്ഞ സ്വതന്ത്രം ജെയിംസ് പാസ്റ്റർ, ജോഷി പാസ്റ്റർ പറഞ്ഞതുപോലെ ചിലർക്കൊക്കെ വീടായി, കാറായി, ഷുഗറായി, പ്രഷറായി. സ്തോത്രം അങ്ങനത്തെ അനുഭവത്തില്ല അല്ല. ചിലർക്കൊക്കെ ചില ലെവലില്ല. ദൈവത്തിനകത്ത് സ്തോത്രം കർത്താവ് വന്നു കഴിഞ്ഞിട്ട് ദൈവം ഇത്ര പേരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നമ്മളെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ദൈവം സ്വതന്ത്രം അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. ചിലരൊക്കെ ബാംഗ്ലൂർ പട്ടണത്തിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ദൈവം സ്വതന്ത്രം ചിലർക്കൊക്കെ എല്ലാം വലിയ വീടാക്കി, വലിയ വീട് കൊടുത്തു, നന്മ തന്നു, വലിയ ജോലി കൊടുത്തു, മനസ്സിലാകുന്ന വണ്ടി കൊടുത്തു. എന്നാൽ ചിലരൊക്കെ ഒന്ന് സാക്ഷ്യം പറയും. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പോലും. ബാംഗ്ലൂരിൽ എങ്ങനെ വന്ന നാട്ടിൽ അതുപോലെ തന്നെയാണ്. ബ്രദറെ എന്തുവാ എനിക്ക് അറിയത്തില്ല ബ്രദറെ, നിങ്ങളുടെ ജീവിതം പറഞ്ഞങ്ങ് കിടക്കും. മച്ചിയായ അനുഭവം ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല, അല്ല ഫലവൃത്തിയായിട്ടുള്ള ഒരു ജീവിതമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഡ്രൈനെസ്. ഈ ബാരൻനെസ് എന്ന് പറയുന്നത് ഡ്രൈനെസ് ആണ്, ഉണങ്ങിയ അനുഭവം. അങ്ങനത്തൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നന്മകൾ നിങ്ങൾ കാണുന്നില്ല. ഞായറാഴ്ച വരുമ്പോൾ ആരാധിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും കരച്ചില്ല. ചിലർക്കൊക്കെ അങ്ങനെ എപ്പോഴും ശത്രുക്കളുണ്ട്, വളരാൻ സമ്മതിക്കുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും രോഗമാണ്, എപ്പോഴും സ്തോത്രം വളരാൻ കഴിയാത്തുള്ള അനുഭവങ്ങൾ. അങ്ങനെയുള്ളവർക്ക് കർത്താവ് സ്തോത്രം സംസാരിക്കുന്നു. നിങ്ങളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് പാടണം. നിങ്ങളൊക്കെ വിചാരിക്കും കർത്താവ് മിരിയാമിനെ പോലെ, ഈ മോശയുടെ വലിയ ചേട്ടത്തി ഉണ്ടായിരുന്നല്ലോ, സഹോദരി, അവരൊക്കെ എല്ലാം വിടുതൽ കിട്ടിയിട്ടാണ് സ്തുതിച്ചത്, പാടിയത്. പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടിയിട്ടല്ല പാടാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടുന്ന മുമ്പേ, സാക്ഷ്യം കിട്ടുന്ന മുമ്പേ, കുഞ്ഞ് ജനിക്കുന്ന മുമ്പേ നിങ്ങൾ ആർക്ക് പാടാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം, നിങ്ങളെ സ്തോത്രം ഞാൻ അനുഗ്രഹിക്കുന്ന വിധം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും, നിങ്ങൾ അത്ഭുതങ്ങളെ ജനിപ്പിക്കും, നിങ്ങൾ വിടുതലുകളെ ജനിപ്പിക്കും. ഇതുവരെ ഇല്ലാത്ത സാക്ഷ്യങ്ങളെ നിങ്ങൾ സ്തോത്രം ജനിപ്പിക്കും. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ, ഇതുവരെ സ്തോത്രം ഒരു സാക്ഷി പോലെ ഇല്ലാത്ത നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സ്തോത്രം ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം തരാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്ട് രാത്രി കർത്താവ് ചിലരോടുള്ള ആലോചന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം എന്റെ ജീവിതത്തിൽ കൂടുതൽ സാക്ഷ്യങ്ങൾ ഉളവാക്കിയ സീസൺ എപ്പോഴെന്ന് അറിയുമോ? കൂടുതൽ പാടിയപ്പോഴും.
പ്രാർത്ഥന നല്ലതാ, ഉപവാസം നല്ലതാ, സ്തോത്രം വചനം വായിക്കുന്നത് ഏറ്റവും നല്ലതാ, സ്തോത്രം അതിനെക്കാട്ടിലും കൂടുതൽ സ്തോത്രം കർത്താവ് എന്ന് പറയുന്ന അത്ഭുതം വേണോ, നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണോ, നീ സ്തോത്രം അത്ഭുതങ്ങളെ ജനിപ്പിക്കണോ, സാക്ഷ്യങ്ങൾ ഉണ്ടാക്കണോ, ഉളവാക്കണോ, ഇന്ന് രാത്രി സ്തോത്രം വാ തുറന്ന് പാടിക്കോ. ആമേൻ. സ്തോത്രം അത് ചർച്ച വരുമ്പോൾ മാത്രമല്ല, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായി മാറട്ടെ. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറഞ്ഞു. ആമേൻ. That has to become our lifestyle. പാടുന്നത് അവിടെ വീട്ടിനകത്ത് ഇരുന്ന് സ്തോത്രം പുട്ടുണ്ടാക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ സ്തോത്രം സഹോദരിമാരൊക്കെ എല്ലാം വിചാരിക്കുന്നത് നമ്മളൊക്കെ കൂടുതൽ ആത്മീയരാണ്. സ്തോത്രം ചർച്ച വരുമ്പോൾ മാത്രമേ ഉള്ളൂ പാട്ടും ആരാധന പ്രാർത്ഥന ഒക്കെ. പക്ഷെ സ്തോത്രം കർത്താവോട് സംസാരിക്കാൻ, കർത്താവിനെ പാടുവാൻ ഒരു സമയം അങ്ങനെ സ്തോത്രം ഇല്ല. എല്ലാ സമയം സ്തുതിക്കാം, എല്ലാ സമയം പാട്ട് പാടാൻ. ചിലർക്ക് വിചാരിക്കും ഇവൻ എന്തുവാ വട്ടെന്ന് പറയും. ഞങ്ങള് സ്തോത്രം ഇപ്പൊ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഒരു ചെറുക്കൻ പോകുന്ന കോളേജ് ആ സോണി അവിടെ ഈ യുവാക്കന്മാർ വരുന്ന വഴിക്ക് ഒരു ചെറുക്കന്റെ സ്തോത്രം അകത്ത് ക്രിക്കറ്റിന്റെ വട്ട ചുമ്മാ നടന്നു പോകുമ്പോ കൈയൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടാവും. ഈ ക്രിക്കറ്റ് ബോളൊക്കെ എല്ലാം ബോൾ ചെയ്യുന്ന പോലെ. ഹലോ, പക്ഷെ നമുക്കൊരു വട്ട കർത്താവിനെ എപ്പോഴും സ്തുതിക്കണം. താഴോട്ട് വരാൻ പോവാം. നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്നു നിങ്ങളുടെ കേർട്ടൻസ് ഉണ്ടല്ലോ അതൊന്ന് വിസ്താരമാക്കണം. ഒന്ന് താഴോട്ട് വായിക്കുമ്പോൾ രണ്ടാമത്തെ വചനം, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ചിലരുടെ ശുശ്രൂഷയുടെ കൂടാരം ഉണ്ടല്ലോ, നിങ്ങളുടെ ആരാധനയുടെ കൂടാരം ഉണ്ടല്ലോ, നിങ്ങളുടെ വീട് കൂടാരം എന്ന് പറയുന്നത് നിങ്ങൾ വസിക്കുന്ന സ്ഥലം. നിങ്ങൾ നെരുക്കത്തില്ല, എപ്പോഴും ശത്രു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കുക, എവിടെ സ്വന്തം വളരാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നത് നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ the one word is connected to all these blessings. എല്ലാ വചനത്തിന്റെ അനുഗ്രഹങ്ങൾ ഇതിനകത്ത് ഒത്തിരി കണ്ടന്റ് ഉണ്ട്, സ്റ്റഫ് ഉണ്ട് ഇതിനകത്ത് ഒത്തിരി. ഇന്ന് ഈ 2 ആഴ്ച എടുത്ത് പ്രസംഗിച്ചാലും തീരാത്ത സ്റ്റഫ് ഇതിനകത്തുണ്ട്. 54-ാമത്തെ സംഗീതം മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഈ അനുഗ്രഹത്തിൽ ചെല്ലണമെങ്കിൽ, അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നമ്മൾ നേടണമെങ്കിൽ ഒറ്റ താക്കോലേ ഉള്ളൂ, പാടണം. ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ പറഞ്ഞേക്കുന്നത് sing. That one word is connected to all the words, all the rest of the verses. ഇനി എത്ര പേർക്ക് റെഡിയാ? കർത്താവേ ഞാൻ പാടാൻ റെഡിയാണ്. നിങ്ങൾ പാടാൻ റെഡിയാണെങ്കിൽ ദൈവം സ്തോത്രം അത്ഭുതങ്ങൾ മാത്രമല്ല, കുഞ്ഞുങ്ങൾ മാത്രം ജനിപ്പിക്കുകയല്ല, അത്ഭുതങ്ങൾ മാത്രമല്ല, സാക്ഷ്യങ്ങൾ മാത്രമല്ല, കർത്താവ് പറയുന്നു നിന്റെ കൂടാരത്തിനെ വിസ്താരമാക്കാൻ. Get ready. ഇതുവരെ സ്തോത്രം ഈ ഫിനാൻഷ്യൽ ഇൻകം നിങ്ങൾക്കുണ്ടല്ലോ, ജോലി ചെയ്ത് ബ്രദറെ എന്റെ ഇൻകം ഇപ്പൊ വരെ സ്തോത്രം 5,000 മുകളിൽ പോയിട്ടില്ല, 10,000 മുകളിൽ പോയിട്ടില്ല. ഈ ബംഗളൂർ പട്ടണത്തിനകത്ത് സ്തോത്രം വാടക തന്നെ 6,000 കൊടുക്കണം, ഈ 10,000-നകത്ത്. പിന്നെ എങ്ങനെ കുടുംബത്തെ നടത്തുന്നത്, വീട് എങ്ങനെയാ സ്തോത്രം നോക്കുന്നത്, അങ്ങനെയൊക്കെ എല്ലാ വിഷമത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക്. ഹലോ, ചിലരൊക്കെ പറയാറുണ്ട് ബ്രദറെ എന്റെ ബിസിനസ് ചെയ്തിട്ട് ഒരു ഉയർച്ച കാണുന്നില്ല, എന്റെ വീട്ടിനകത്ത് സ്തോത്രം ഒരു വളർച്ചയില്ല, വിശാലതയില്ല. പക്ഷെ കർത്താവ് എന്ന് പറയുന്നത് നിങ്ങളോട് സ്തോത്രം കർത്താവ് സംസാരിക്കുന്നത്, നീ പാടാൻ തുടങ്ങുമ്പോൾ നീ സ്തോത്രം നിന്റെ ഓഫീസ് നോക്കിയാൽ, നിന്റെ ഓർഗനൈസേഷൻ നോക്കിയാൽ, നിന്റെ ജോലി സ്ഥലത്തെല്ലാം നോക്കി ദൈവം നിങ്ങൾക്ക് വിസ്താരം തരുന്നത്. നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരു വിശാലത തരാൻ പോവുക. ഗെറ്റ് റെഡി. സ്തോത്രം കർത്താവ് നിങ്ങൾ സ്തോത്രം ഇന്ന് അതിനെ നിറയ്ക്കുമ്പോൾ, ദൈവത്തിന് നിറയ്ക്കുമ്പോൾ, നിങ്ങൾ സ്തോത്രം പാടി സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതുവരെ പോവർട്ടി മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാരിദ്ര്യത്തിന്റെ ഒരു മനോഭാവം, ഒരു മനസ്സ്. അയ്യോ എങ്ങനെ എന്റെ ഇൻകം ഇത്രേ ഉള്ളൂ, എന്റെ അവസ്ഥ ഇത്രേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ, ഒക്കുവോ? സ്തോത്രം നമ്മൾ ഇന്ന് ഒത്തിരി സ്ഥലത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പഠിപ്പിക്കുക ലൗകിക ആൾക്കാർക്ക്, ലോകത്തിലുള്ളവർക്ക്. അവർ ഇതൊക്കെ പഠിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് അവർ സ്തോത്രം ആ കീസാണ് പഠിച്ചിട്ട് അവർ വളർന്നത്. പക്ഷെ ഇന്ന് ദൈവമക്കൾ സ്തോത്രം നമുക്കൊരു ഉറപ്പുണ്ട്, ദൈവം നമ്മുടെ കൂടെ. ഇന്ന് നിങ്ങൾ ദൈവത്തെ പാടുമ്പോൾ സ്തോത്രം എന്തോ പാടേണ്ടി അങ്ങോട്ട് വരാൻ പോകും. പാടുമ്പോൾ എന്തോ നടക്കാൻ പോകുന്നത് ദൈവം നിങ്ങളുടെ കൂടാരത്തെ വിശാലതയിൽ കൊണ്ടുവരാൻ പോവാം. അടുത്തത് നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ആത്മീയത, നിങ്ങളുടെ വീട്ടിന്റെ നന്മ, നിങ്ങളുടെ സ്വന്തം ഇൻകം, സകലത്തെ വിശാലതയിൽ ദൈവം കൊണ്ടുവരാൻ പോവാം. താഴോട്ട് വായിക്കാമോ? നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. എൻലാർജ്മെന്റ്. എത്ര പേർക്ക് എൻലാർജ്മെന്റ് വേണം? എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വിശാലത അല്ലെ? അത് വിശാലത നിവർക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ട്. ഇതുവരെ ശത്രു നിങ്ങളുടെ ജീവിതത്തെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അടക്കി വെച്ചു. അവിടെ വരെ സ്തോത്രം ഇത്ര വരെ നീ വളരാൻ പാടുള്ളൂ, ഇതിന് മുകളിൽ കയറാൻ പാടില്ല. പക്ഷെ ദൈവം പറയുന്നു
നിവർത്തോ, ഞാൻ അനുഗ്രഹിക്കാൻ പോവാ. Come on, are you ready? ഇതുവരെ നമ്മുടെ മൈൻഡിനകത്ത് ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഇതിന്റെ മുകളിൽ പോകരുത്, ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇത്ര ഈ ലെവലിൽ മാത്രമല്ല നിൽക്കണം. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ ലെവൽ അതല്ല മോളെ, നിന്റെ ലെവൽ അതല്ല മോനെ. ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷ, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹം, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വീട് ഇതല്ല, ഇതിനെക്കാട്ടിലും ഉപരിയാ. Come on, enlarge and also നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? നിവർത്തണം. Come on, are you ready? ശത്രു ഇന്ന് ബുദ്ധിമണ്ഡലത്തെ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ കെട്ടിനും ദൈവം പൊട്ടിക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നവരെ 100 പേര് വന്നാൽ മതി. സ്തോത്രം വേണ്ടി ഒഴുകും. അതല്ല ദൈവം ചെയ്യാൻ പോലെ 1000 ദൈവം തരാൻ പോകും. ഇവരുടെ ദിവസം ദൈവം ചെയ്യാൻ പോകും. ഇന്ന് ശത്രുക്കളുണ്ടോ? കുഴപ്പമില്ല. ഇന്ന് സ്വന്തം നിങ്ങൾക്കെതിരെ പോരുണ്ടോ? കുഴപ്പമില്ല. ദൈവം പറഞ്ഞു, നീ പാടിക്കും, ഞാൻ ബാക്കി ചെയ്തോളാം. ഇന്ന് നിങ്ങൾ പാടുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചിലതൊക്കെ നടക്കാൻ പോകും. ഇന്ന് സ്വന്തം നിങ്ങൾക്കൊക്കെ വിചാരിക്കാൻ എനിക്ക് മറ്റേ വേർഷിപ്പ് ലീഡർ പോലെ എനിക്ക് നല്ല സ്വരമില്ല, നല്ലൊരു ട്യൂണില്ല, നല്ലൊരു കീബോർഡില്ല, താളമില്ല, ഡ്രമ്മർ കൊണ്ടാൻ ആരുമില്ല. കുഴപ്പമില്ല. സ്വന്തം ട്യൂൺ എങ്ങനെയുണ്ടോ, രാഗമില്ലെങ്കിൽ താളമില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഐഡിയ സ്റ്റാർ സിംഗർ അല്ല നിങ്ങൾ പാടുന്നത്, നിങ്ങൾ കർത്താവിന്റെ മുമ്പാകെയാണ് പാടുന്നത്. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറയാമോ? സുബ്രഹ്മണ്യം പാടിയാൽ പൈസ കിട്ടും, പക്ഷെ നിങ്ങൾ പാടിയാൽ യഹോവയുടെ സാന്നിധ്യം വെളിപ്പെടും. സന്തോഷത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. പാടുമ്പോൾ യഹോവയുടെ സാന്നിധ്യം ഈ ബംഗളൂർ പട്ടണത്തിലാണ്. പണ്ട് ഇത് ഗാർഡൻ സിറ്റി ആയിരുന്നു, പിന്നെ സിലിക്കോൺ സിറ്റി, ഇപ്പം ബിസിനസ് സിറ്റി, പിന്നെ എന്തൊക്കെ സിറ്റിയാണ് പേര് മാറിക്കൊണ്ടിരിക്കുക. കാരണം ആ ലൈഫ് സ്റ്റൈൽ മാറുന്നതോടെ ഇന്ന് ദൈവമക്കൾ സ്വന്തം പാടാൻ തുടങ്ങുമ്പോൾ പട്ടണത്തിന്റെ പേര് ദൈവം മാറ്റാൻ പോവാം. റിവൈവൽ സിറ്റി ആയിട്ട് ദൈവം മാറ്റും. എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. കാരണം സ്തോത്രം, ദൈവം ഈ ദിവസങ്ങളില് ശത്രുക്കളെ തകർത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ നിന്ന പോരുകൾ ഒക്കെയെല്ലാം മാറ്റി ഒരു വിശാലത ദൈവം കൽപ്പിക്കാൻ പോകും. വിശ്വസിക്കുന്നത് നല്ലൊരു പറയുന്നുണ്ട്, ഞങ്ങൾ ജോഷുവ ജനറേഷൻ. ഞങ്ങൾ ജോഷുവ ജനറേഷൻ. ജോഷുവ ചെയ്തത് എന്തുവാ? പട്ടണങ്ങളെ പിടിച്ചെടുത്തു. ഒരു വീടല്ല, ഒരു സ്ട്രീറ്റ് അല്ല. സ്തോത്രം. അവർ വിശ്വാസത്താൽ ദേശങ്ങളെ കീഴടക്കി. അവർ വിശ്വാസത്താൽ സ്തോത്രം ഒരു വീടിനല്ല കീഴടക്കിയത്, ഒരു ഗ്രാമത്തെ, ഒരു ദേശത്തെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസത്താൽ ദേശങ്ങളെ കീഴടക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ വിശ്വാസം നിങ്ങളുടെ വീട്ടിന്റെ ആവശ്യം പോലെ നടക്കുമല്ലോ. അത് നിസ്സാരമോ? നിസ്സാരമോ? വിശ്വസിക്കുന്ന വിളിച്ചു പറഞ്ഞോ വാട്ട് യു ഗോയിങ് ടു സേ. അതും പഠിക്കുമ്പോൾ കുറച്ചുകൂടെ താഴോട്ടൊന്ന് വായിക്കാമോ ബ്രദർ? തടുത്തു കളയരുത്. നിങ്ങളെ ഒത്തിരി സമയം നമ്മളാണ് തടുക്കുന്നത്. ഹലോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇവിടെ ഉണ്ടോ? എൻ്റെ വീട്ടിൽ പണ്ട് സ്തോത്രം ഞങ്ങൾ ചെറിയ കോഴി, കളർഫുൾ കോഴിയൊക്കെ വളർത്തുക. ഞങ്ങൾക്ക് ആ കോഴി വളർത്തുന്ന ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അതിങ്ങനെ കാണും. ചെറിയ കോഴിയൊക്കെ പണ്ടൊക്കെ പെയിന്റ് ചെയ്ത് അതിനെ ഒരു മാതാവ് അതിൻ്റെ കൂടെ ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സിൽ അടിക്കും. ഗ്രീൻ, ബ്ലൂ, റെഡ് ഒക്കെ ഇങ്ങനെ യെല്ലോ ആ പെയിന്റ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് വളർന്നങ്ങ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് കളർ മാറുമ്പോഴത്തേക്ക് വീണ്ടും കളർ ഞങ്ങൾ തന്നെ അടിക്കും. കളർഫുൾ കോഴിയൊക്കെ. അപ്പോൾ ഈ കോഴിയൊക്കെ എല്ലാം പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തു വെക്കുന്നത് ഇത് രാത്രി സമയത്തൊക്കെ എല്ലാം പിന്നെ ഈ ചേരലൊക്കെ കസേരലൊക്കെ എല്ലാം ഇരിക്കും, അല്ലെങ്കിൽ കട്ടിലേ വരും ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ ചെയ്തു വെക്കുന്നത് ഒരു ഈ എന്തോ ഇത് അതിനൊരു കവർ ചെയ്യുന്ന ഒരു സാധനം വരുമല്ലോ, കൊട്ട, അതിട്ട് പിന്നെ കാലിനെ ഒരു കയറ് കൊണ്ട് കെട്ടിയിടും. ഇത് രാത്രി മൊത്തം അവിടെ തന്നെ ഇരിക്കും. രാവിലെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആ കൊട്ട എടുത്ത് മാറ്റും. അപ്പോഴും കോഴി അവിടെ തന്നെ ഇരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിനകത്തുള്ള ആ കയറൊക്കെ അഴിച്ചുവിടും. അപ്പോഴും അവിടെ തന്നെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പ് ശത്രു ഇതുവരെ ഞങ്ങൾ ശത്രുവല്ല, ഞങ്ങളത് മൂടി വെച്ച് അനുഭവം മാറി. കാലുള്ള കെട്ടൊക്കെ അഴിച്ചു, ആയാലും അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ പണ്ട് ശത്രു കെട്ടിയത് മൂടി വെച്ചതൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോഴും അതേ പ്രശ്നം ഇപ്പോഴും. ഇന്ന് കർത്താവ് പറയുന്നത് ഞങ്ങൾ അതിനെ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ആ കോഴി അങ്ങനെ തന്നെ പൊക്കി മേലെ അങ്ങ് തൂക്കി ഇറങ്ങിയിടും. എരിയുമ്പോഴത്തേക്ക് അത് ചിറകൊക്കെ വിരിച്ച് അടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ കാലില് കെട്ടില്ല, എൻ്റെ മുകളിൽ കൊട്ടയില്ല, എനിക്കെതിരെ ഉണ്ടായിരുന്ന സ്വന്തം എല്ലാം പോരങ്ങ് മാറി. ഇപ്പൊ ഞാൻ വിടുതൽ പ്രാപിച്ചു. ഇന്നും ചിലരുടെ വിശ്വാസികളുടെ മനസ്സിനകത്തുള്ള ആ മനോഭാവം ബന്ധിച്ച അനുഭവങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോഴും എന്റെ മനസ്സിനകത്ത് പോറുണ്ട്, ഇപ്പോഴും അങ്ങനെയുണ്ട്, ഇപ്പോഴും നോ മൈ ഡിയർ സ്തോത്രം. ഇപ്പോഴും ചിലരൊക്കെ പറയുന്നത് ഈ ഒരു സ്തോത്രം ഈ അവരൊക്കെ പാക്കൊക്കെ ഇടുമല്ലോ, എന്തോ പറയുന്നത് അതിന് പാക്കല്ലേ, എല്ലാവർക്കും എല്ലാം പാൻ അല്ലല്ലേ മുറുക്കാൻ, ആ മുറുക്കി അങ്ങ് ഇടും വായിൽ മുറുക്കാൻ. ഓക്കെ, അങ്ങനെ ഇടുമ്പോഴത്തേക്ക് പാസ്റ്റിനടുത്ത് എല്ലാ ആഴ്ച പാസ്റ്റിനെ എനിക്കിത് വിടാൻ പറ്റുന്നില്ല,
പാസ്റ്റർ എനിക്ക് ഇത് വിടാൻ പറ്റില്ല, പ്രാർത്ഥിക്കണം, മുടി പൊഴിഞ്ഞോ പക്ഷെ ഇത് വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പാസ്റ്റർ ഉദ്ദേശിച്ച് അമ്മച്ചി വരുമ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു പോൾ ഉണ്ടായിരുന്നു, ഈ ലൈറ്റ് ഇടുന്ന എന്തോ പോസ്റ്റിനകത്ത്. പാസ് നേരെ ആ സഹോദരി വരുമ്പോ അമ്മച്ചി വരുമ്പോ കെട്ടിയും പിടിച്ചു, എന്നെ ആരെങ്കിലും വിടുവിക്കണേ, എന്നെ ആരെങ്കിലും വിടുവിക്കണേ. അപ്പൊ അമ്മച്ചി ഓടി വന്നു, പാസ്റ്ററെ നിങ്ങൾ ആരും കെട്ടിയിട്ടില്ലല്ലോ, നിങ്ങളെ ഈ പോസ്റ്റ് പിടിച്ചേക്കില്ലേ? ഇല്ലല്ല പാസ്റ്റർ, ഇല്ല എന്നെ കെട്ടി വെച്ചിട്ടുണ്ടേ, എന്നെ സ്തോത്രം ആരെങ്കിലും വിടുവിക്കണേ. അപ്പൊ അമ്മച്ചി ചിരിച്ചു, പാസ്റ്റർ പിടിച്ചേക്കുന്നത്, പാസ്റ്റർ വിട്ടാ മതി അത് വരും. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി ശരിയാ, ഈ മുറുക്കാൻ അതല്ല നിങ്ങളെ പിടിച്ചേക്കുന്നത്, നിങ്ങളാ അതിനെ പിടിച്ചേക്കുന്നത്, നിങ്ങളാ വിടേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ചിലതൊക്കെ നമ്മളായിട്ടില്ല വിടണം. ഇവിടെ ആരും അങ്ങനെ മുറുക്കാൻ ഇടുന്നില്ല, പക്ഷെ ചിലതൊക്കെ വേറെ സ്വഭാവങ്ങളൊക്കെ കാണും. ഇന്ന് കർത്താവ് ഇന്ന് ഹെട്ടൊക്കെ കർത്താവ് അഴിച്ചു, ആ മെന്റാലിറ്റി സ്വന്തം ഈ നഖമൊക്കെ ദൈവം തകർത്തു, അഭിഷേകത്തിന്റെ ശക്തിയാണ്. പക്ഷെ ദൈവമക്കൾ ഇന്ന് നമ്മൾ ചെയ്യണം. ഇന്ന് താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ തടുക്കരുത്, മനസ്സുകൊണ്ട് തടുക്കരുത്. ഇന്ന് നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് തടുക്കാൻ പറ്റും. എങ്ങനെയാ? അവിശ്വസിച്ചാൽ മതി. യേശുവിനെ സ്വീകരിക്കാതെ ഹൃദയം കൊണ്ട് എതിർത്താലും ശുശ്രൂഷ നിൽക്കും. യേശു കർത്താവ് സ്ഥലത്തിൽ പോയി അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാണണ്ട, ആരും യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളായിട്ടാണ് സ്വന്തം ചിലതൊക്കെ തടുക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട്. ആരെങ്കിലും ഒരു ശുശ്രൂഷിക്കണം അഭിഷേകത്തോടെ വന്നാൽ എനിക്കറിയാം പിന്നെ ശുശ്രൂഷ വെളിപ്പെടുത്തില്ല. യേശു കർത്താവ് വന്നാൽ പോലും. സോ when you make your spirit open, നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നു കൊടുത്താൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. നമ്മളായിട്ട് മനസ്സിലാവുന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾ തടുക്കണം. ഒരു ലൈൻ പറയരുത്, എത്ര മതി. God wants to bless you. God wants to use you. ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, വളർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം ആരോട് സംസാരിക്കുന്നില്ല. മനസ്സുകൊണ്ട് തടുക്കരുത്. അയ്യോ ഞാൻ മറ്റൊരു പോലെ കർത്താവേ, മറ്റേ ആൾക്കുള്ള ടാലന്റ് എനിക്കില്ല. സ്വന്തം ആ വ്യക്തിക്കുള്ള ടാലന്റ് അല്ല ദൈവം നിന്റെ അകത്ത് വെച്ചേക്കുന്നത്. അതിനെ കണ്ട് വലിയ അത് പുറത്തു വരണോ? പഠിക്കും. കമോൺ, വിശ്വസിക്കുന്ന നല്ല ഒരാമേ പറയാം. കമോൺ, താഴെ ബ്രദറെ. കമോൺ, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ഉറപ്പിക്കാൻ ദൈവ സ്വന്തം ചിലരെ സഹായിക്കട്ടെ. താഴെ നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. എത്ര പേർ റെഡിയാണ്? നോർത്തും ഈസ്റ്റും, നോർത്തും സൗത്തും, ഈസ്റ്റും വെസ്റ്റും. പിന്നെ ഏതൊക്കെ ദിശകളുണ്ട്? നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഏതൊക്കെ ഡിറക്ഷൻസ് ഉണ്ടോ? ഇടത്തോട്ടും വലത്തോട്ടും. You will spread to your right and to your left. അത് ഏത് ഡയറക്ഷനിൽ നിന്നാലും എല്ലാ സൈഡിലും എല്ലാ ഡയറക്ഷനിലും എല്ലാ ദിശകളിലും നിങ്ങൾ സ്തോത്രം പറക്കും. എത്ര പേർ സ്തോത്രം വിശ്വസിക്കാൻ പറ്റും? സ്തോത്രം നിങ്ങൾ ദൈവം ചിലതൊക്കെ ചെയ്യും. വിശ്വസിക്കുന്ന നല്ല ഒരാമൻ പറഞ്ഞു. You shall pray for. Okay, that. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും. ജാതികളുടെ ദേശത്തെ ആരുടെ സന്തതികൾ? നിങ്ങളുടെ സുവിശേഷ ജോലി കൊണ്ട് നിങ്ങൾ നേടിയ ആത്മാക്കൾ, നിങ്ങൾ ജനിപ്പിച്ച ആത്മാക്കൾ, കാരണം നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ ശുശ്രൂഷിച്ചപ്പം ജനിച്ച ആത്മാക്കൾ, സഭയുടെ സന്തതികളായ ദൈവമക്കൾ, യുവാക്കന്മാർ, അവർ ജാതികളെ സ്വന്തം ദേശത്തെ പിടിച്ചടക്കും. വിശ്വസിക്കുന്നു? ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. നാലാമത്തെ വചനം ഭയപ്പെടേണ്ട. എല്ലാവരും പറയാമോ? ഭയപ്പെടേണ്ട. ചിലർക്കൊക്കെ ആലോചന ഭയപ്പെടേണ്ട. അത് നിങ്ങളോടുള്ള ദൂത. ഇതുവരെ ശത്രു നിങ്ങളെ ഭയപ്പെടുത്തിയെങ്കിൽ അയ്യോ കണ്ടോ ശത്രു വരുന്നു, ഇപ്പൊ ഇത് ചെയ്താൽ ഇതാവും അതാവും, അത് ശത്രു ഭയപ്പെടുത്തിയത്. പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, തോൽവികൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നം കൊണ്ട് ഇപ്പോഴും ചിലരൊക്കെ ഭയത്തിന്റെ അനുഭവത്തില്ല. ഞാൻ വീണ്ടും ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ പാടിയാൽ ഭയപ്പെടുന്ന അവസ്ഥ വരത്തില്ല. കർത്താവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പാടുമ്പോ നിങ്ങൾക്ക് ഭയപ്പെടുന്ന അവസ്ഥ വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പാടിയാൽ പണ്ട് അയ്യോ ആദിത്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു, പണ്ട് അത് ആയി, പണ്ട് ശത്രു ജയിച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ പാടിയാൽ അതിനെ കുറിച്ച് ഭയപ്പെടുന്ന ആവശ്യമില്ല. Because God is God. നീ ലജ്ജിച്ചു പോകയില്ല. എല്ലാരും പറയുമ്പോ പണ്ട് ലജ്ജിച്ചു, പക്ഷെ ഇപ്പൊ നിങ്ങൾ പാടിയാൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ പഠിത്തത്തിൽ, നിങ്ങളുടെ സ്തോത്ര ശുശ്രൂഷ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ഈ ദേശത്ത് ദൈവം നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ, ഈ അയൽവക്കത്ത് സ്തോത്ര പ്രദേശത്ത് ദൈവം നിങ്ങളെ എന്ത് ചെയ്യിപ്പിക്കത്തില്ല?
ലജ്ജിക്കത്തില്ല. നിങ്ങൾ ലജ്ജിക്കത്തില്ല. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും? നിങ്ങൾ പാടുവാൻ റെഡിയാണോ? ജീവിതത്തിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഇറ്റ്സ് എ വേർഡ് ഫോർ സംബഡി. അയ്യോ പണ്ട് അങ്ങനെ നടന്നു, എനിക്കെതിരെ അങ്ങനെ സംസാരിച്ചു, നോ പ്രോബ്ലം. ഇന്ന് നിങ്ങൾ പാടിയാൽ നിങ്ങളുടെ ശത്രുവിന്റെ വായ അടക്കും എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എന്തോ മുളപൊടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശിശുക്കളുടെ വായിലൂടെ ദൈവം ബലം ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ സ്തുതിക്കുമ്പോൾ ശത്രുവിനെ ദൈവം മിണ്ടാതാക്കും. അവിടെ വായ അടയ്ക്കുവാൻ കുഞ്ഞിന്റെ സ്തുതി മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പോലെയുള്ള നിങ്ങൾ, കുഞ്ഞു പോലെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ബ്രദർ. ആരുടെ സഹായമില്ല എന്ന് പറയുന്ന നിങ്ങൾ, ഒരുത്തരുടെ സഹായമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുന്ന നിങ്ങൾ വാദം സ്തുതിക്കുമ്പോൾ ശത്രുവിന്റെ വായ് ദൈവം അടയ്ക്കും. വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറഞ്ഞു. ആരും സഹായിക്കും. ഡസന്റ് മാറ്റർ. നിങ്ങൾ സ്തുതിച്ചോ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും. നീ നാണിച്ചു പോകയില്ല. ഇതുവരെ നാണിച്ചു പോയാ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളിൽ കൂടെ പോയാ നാണിച്ചു പോയ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾ പറയാമോ? വിശ്വാസത്തോടെ പറയാം, നാണിച്ചു പോകയില്ല. കാരണം അതിന്റെ രഹസ്യം എന്തുവാ? നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഈ വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയിരിക്കും. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. യൗവനത്തിൽ ചൂട് രക്തം കൊണ്ട് ചെയ്ത എല്ലാം ചിലതൊക്കെ നമ്മൾ തെറ്റൊക്കെ കാണിച്ചു കാണാതിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂട് രക്തത്തിൽ ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കും. അതുകൊണ്ട് സ്വത്രം ചിലതൊക്കെ തെറ്റായി, ചിലതൊക്കെ എല്ലാം പ്രശ്നത്തിൽ കൂടെ പോയി. കർത്താവ് നിന്റെ യൗവന പ്രായത്തിൽ വന്നാൽ ലജ്ജ വരത്തില്ല. അമ്മ പറയാമോ? ഇപ്പോഴും എല്ലാവർക്കും ഫ്ലാഷ് ബാക്ക് ആവുന്നു. ഞാൻ എന്റെ യൗവന പ്രായത്തിൽ എന്തൊക്കെ തെറ്റ് കാണിച്ചു, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ലജ്ജ വന്നു. കർത്താവ് പറയും നീ പാടിക്കുമ്പോഴേ എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു കാര്യം ചെയ്യുമ്പോ അതൊന്ന് വായിക്കണം ബ്രദറെ. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. ഇന്ന് നിങ്ങളുടെ ലജ്ജ മറക്കുമാറാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ ഇത് നിങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെ ഈ കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടല്ലോ, അതിനകത്ത് പോയി നിങ്ങൾ തേടിയാലും അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. കാരണം യേശുവിന്റെ രക്തം കൊണ്ട് സകലത്തെ ദൈവം ഒന്ന് മറച്ചു കളയും, അതൊക്കെ എല്ലാം നീക്കിക്കളയും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലജ്ജ നിങ്ങൾ ഓർക്കാൻ നോക്കുമ്പോഴും അത് ഓർമ്മയിൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ കാലം തുടങ്ങും. എപ്പോഴാണെന്ന് അറിയുമോ? പാടാൻ തുടങ്ങുമ്പോൾ, ദൈവമക്കൾ പാടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലജ്ജ പോലും നിങ്ങൾ ഓർക്കത്തില്ല, നിങ്ങൾ മറന്നു കളയും. യേശുവിന്റെ നാമത്തിൽ ചിലർ ജീവിതത്തിൽ നോക്കി ഞാൻ പ്രവചിക്കട്ടെ, പണ്ടത്തെ ശൂന്യത്തെ അനുഭവങ്ങൾ, പണ്ടത്തെ ലജ്ജയുടെ അവസ്ഥകൾ, നാണിച്ച വിഷയങ്ങൾ ഇന്ന് കർത്താവ് പറയുന്നു ഇനി സ്തോത്രം അതുപോലെ നിങ്ങൾ ഓർക്കത്തില്ല. പറയാൻ പറ്റുമോ? പണ്ട് സ്വന്തം ശത്രുവിന്റെ മുമ്പാകെ ഞാൻ തോറ്റുപോയി, അപമാനപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, നത്തിങ് ടു വറി. ഇന്ന് രാത്രി പാടിക്കോ. ഇന്ന് രാത്രി മാത്രമല്ല, നിങ്ങളുടെ ജീവിതം കാലം പാടാൻ തുടങ്ങിക്കോ. ഇനി ഒരിക്കലും സ്തോത്രം നിങ്ങൾ അത് ഓർക്കത്ത് പോലുമില്ല. മനസ്സിലാകുന്നുണ്ട് കർത്താവ് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രം വിശ്വാസത്തോടെ നിന്റെ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല. നിന്ന ഓർക്കത്ത് പോലുമില്ല. Are you ready? നമുക്ക് എതിരെ എപ്പോഴും ശത്രു നമുക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, രാത്രിയും പകലും. കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓർത്തോളം അവർ സാത്താന്റെ ഏജന്റ്. വെളിപ്പാടിന്റെ പുസ്തകത്തിനകത്തുണ്ട് നമ്മുടെ സഹോദരന്മാർക്കെതിരെ കുറ്റം പറയുന്ന ആത്മാവ്. ആരാധന സാത്താൻ കുറ്റം പറയുന്നവൻ. അങ്ങനെയല്ലേ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവനെ ജയിക്കണമെങ്കിൽ വചനത്താലല്ലാതെ സ്വന്തം വചനത്തിന്റെ സാക്ഷിയാലും കുഞ്ഞാട്ടിന്റെ രക്തത്താൽ അല്ലാതെ ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിന്റെ രക്തം ഇടുമ്പോൾ, യേശുവിന്റെ രക്തത്തെ കുറിച്ച് പാടുമ്പോൾ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ രക്തം ഇടുമ്പോഴത്തേക്ക് പണ്ടത്തെ അനുഭവങ്ങളെ ദൈവം മാറ്റിക്കളയും. നിങ്ങൾ കർത്താവിന്റെ വചനം പറഞ്ഞു നിങ്ങൾ ഓർക്കത്തെ പോലുമില്ല. നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ശത്രു എപ്പോഴും പറയും നീ അന്ന് അത് ചെയ്തു, അന്ന് അത് കാണിച്ചു, അന്ന് അങ്ങനെ നടന്നു. ഇന്ന് കർത്താവ് പറഞ്ഞു നീ പാടിക്കും. അത് ഓർമ്മയിൽ പോലും കാണത്തില്ല. നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ശത്രുവിന്റെ എല്ലാം അത് ഓർമ്മ വന്നപ്പോൾ നിങ്ങൾ ഡിപ്രഷനിലാകുന്നു, മനസ്സ് തളർന്നു പോകും. ഞാൻ വീക്കാ. സ്വന്തം ഇങ്ങനെ വീക്കായ ഒരു കർത്താവ് തെരഞ്ഞെടുത്തത് എന്തൊക്കെ അറിയുമോ? വലിയ കാര്യം ചുറ്റെടുക്കാൻ. നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്ന അവന്റെ നാമം. നിങ്ങൾ പാടുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഭർത്താവ് എന്ന് ഓർപ്പിക്കുക. നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ
കർത്താവ് തന്നെ പറയൂ. നിങ്ങളുടെ സൃഷ്ടാവ് തന്നെ നിങ്ങളുടെ എന്തുമായിരിക്കും? സൃഷ്ടമാകുന്നതിന്റെ ഭർത്താവ്. പിന്നെ സൈന്യങ്ങളെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. പേര് ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഇസ്രായേലിന്റെ പരിശുദ്ധകാരൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ. കർത്താവ് വീണ്ടെടുക്കണം നിങ്ങളെ പാടാൻ തുടങ്ങിക്കും. ഓക്കെ, ഇനി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് 17ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 17. Come on, please. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, നിനക്ക് വിരോധമായി. ഇനി ആർക്കെങ്കിലും പറഞ്ഞു എനിക്ക് വിരോധമായി. ഞാൻ എന്റെ പേര് പറയാം. ദിലീപിനെതിരെ ഉരുവാക്കപ്പെടുന്ന ഒരു ആയുധം. നിങ്ങളുടെ പേരൊന്നും ഇടാമോ പ്ലീസ്? നിങ്ങളുടെ പേരൊന്നും ഇട്ടോ. ഇത് എഴുതിക്കുന്നത് നിങ്ങൾക്കെതിരെ ഉരുവാക്കപ്പെടുന്ന യാതൊരു ആയുധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ ശത്രു ചില ആയുധങ്ങളൊക്കെ ഉണ്ടാക്കും. മന്ത്രവാദം, ആഭിചാരങ്ങൾ, പിന്നെന്തൊക്കെ അപവാദം, കുഴിവെട്ടുക, രോഗം, അസമാധാനം, വീട്ടിനകത്ത് വഴക്ക്, പിന്നെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത ഒരു അനുഭവം, അങ്ങ് കെടുത്തു കളയാനുള്ള ആ തന്ത്രങ്ങൾ, അതൊക്കെ എല്ലാ ശത്രുവും കൊണ്ടുവരുമ്പോൾ കർത്താവ് എന്ന് പറയുന്നു ശത്രു ആയുധം ഉണ്ടാക്കും. പക്ഷെ അത് നിനക്കെതിരെ വരുമ്പോൾ അത് എത്ര പേർക്ക് പറയാൻ പറ്റും? ബ്രദറോട് ഇന്ന് കർത്താവ് സ്തോത്രം സംസാരിക്കണം. നിങ്ങൾക്കെതിരെ ചിലതൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ചില ആയുധങ്ങളാണ്, തന്ത്രങ്ങളാണ്. ദൈവത്തെ പൊളിക്കാൻ പോകും. നിങ്ങളൊക്കെ വിചാരിക്കുന്ന ചിലപ്പോൾ സ്നേഹിതന്മാരെന്നൊക്കെ. സ്നേഹിതന്മാരല്ല, നല്ലത് ചിരിച്ച് സംസാരിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങളുടെ സ്നേഹിതന്മാരല്ല. അവരുടെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങൾ വിട്ടുവയ്ക്കും. ഇന്ന് നിങ്ങൾക്കെതിരെ ഉരുവാക്കപ്പെടുന്ന യാതൊരു ഫലിക്കയില്ല. സഭയോട് നോക്കി ഞാൻ പറയട്ടെ, ദൈവമക്കളോട് നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾക്കെതിരെ ഉരുവാക്കപ്പെടുന്ന യാതൊരു ആയുധം ഫലിക്കയില്ല. എപ്പോഴാ? പാടാൻ തുടങ്ങുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ കേൾക്കും, അയ്യോ ബ്രദറെ കഴിഞ്ഞ ആഴ്ചയാണ് ദൈവദാസൻ ഇത് പ്രസംഗിച്ചത്, കഴിഞ്ഞ മാസം ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചു. ഞാൻ ഇത് ചെറിയ വയസ്സിന് കേൾക്കുന്നുണ്ട്. പക്ഷെ സ്തോത്രം, ദൈവമക്കൾ ഇന്ന് ഓർത്തോണം, ഇത് നടക്കണമെങ്കിൽ ഒരു ആയുധം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കരുതെന്നോ നിങ്ങൾക്ക് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ പാടാൻ തുടങ്ങും. രഹസ്യം അവിടെയാണ്. പാടാൻ തുടങ്ങുമ്പോൾ ഒരു ആയുധം. അത് മാത്രമല്ല, താഴെ ഒന്ന് വായിക്കാൻ പോകും. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും? കുറ്റം വിധിക്കുന്ന, ന്യായത്തിൽ എഴുന്നേൽക്കുന്ന, ന്യായവിസ്താരത്തിൽ നിങ്ങൾക്കെതിരെ ഉയർന്ന നാവിനെ, ഉയർന്ന വായിനെ, ഉയർന്ന ശബ്ദങ്ങളെ, ഉയർന്ന സ്തോത്ര നാവിനെ നിങ്ങൾ കുറ്റം വിധിക്കും. എത്ര പേർക്ക് തയ്യാറാവും? ഇതുവരെ പിശാചി നിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നു. Oh God, I feel the anointing. ഇതുവരെ നിങ്ങൾക്കെതിരെ ശത്രു വാക്കിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, തന്ത്രത്തിൽ കൂടെ നിങ്ങളുടെ ബിസിനസിനെ പൊളിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ പൊളിക്കാൻ, വീട്ടിനകത്ത് കൺഫ്യൂഷൻ ഇടാൻ, നിങ്ങളുടെ ജോലി സ്ഥലത്തെ കൺഫ്യൂഷൻ ഇടാൻ. ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ ഒരു ബ്രദർ വിളിച്ചായിരുന്നു, പറഞ്ഞു, അയ്യോ ബ്രദറെ സ്തോത്രം, എന്റെ ജോലി സ്ഥലത്ത് എന്നെ അവിടുന്ന് പൊക്കാൻ, അവിടുന്ന് എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ എനിക്കെതിരെ ആൾക്കാരൊക്കെ അല്ല ഒത്തിരി സംസാരിക്കുന്നു. ഇനി സ്തോത്രം, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വാക്കുണ്ടല്ലോ, ആ നാവിനെ, ആ വായിനെ അടയ്ക്കണമെങ്കിൽ, അതിനെതിരെ നിങ്ങൾ സ്തോത്രം എന്ത് പറയണം? കുറ്റം പറയണമെങ്കിൽ, രഹസ്യങ്ങളെ ദൈവം വെളിക്കൊണ്ടുവരണമെങ്കിൽ, ശത്രുവിന്റെ രഹസ്യങ്ങൾ വെളിക്കൊണ്ടുവരണമെങ്കിൽ പാടണം. Are you ready? ഇനി എന്താ പാടാൻ പോകുന്നത്? നിങ്ങളൊക്കെ വിചാരിക്കും, ബ്രദറെ ഇനി അടുത്തത് ആരെങ്കിലും പറയണം, RSVO, ബ്രദർ സാംസൺ കൂട്ടറോ, അല്ലെങ്കിൽ ഇനി ആരൊക്കെ ഉണ്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ മാത്രം പുതിയ പാട്ടൊക്കെ പഠിക്കണം, അപ്പോഴാണ് പാടേണ്ടത്. ഇതൊന്നും അവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഒത്തിരി വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട് നമ്മുടെ ചർച്ചിൽ. ഒത്തിരി വർഷിപ്പ് എന്റെ ഒരു ആഗ്രഹം, വർഷിപ്പ് ലീഡറിനെ പകരം വർഷിപ്പറായിട്ടിരിക്കണം. ആരാധന നയിക്കുന്നവരിന്റെ പകരം ആരാധകനായിട്ട് മാറും. Come on, worship leading is a good thing, but we need to be worshippers. ആരാധിക്കുന്നവരായി നമ്മൾ മാറും. എന്തുവാ നമ്മൾ പാടേണ്ടത്? നമ്മൾ പാടുമ്പോൾ എന്തുവാ നടക്കാൻ പോകുന്നത്? ഒന്ന് സ്വന്തം സങ്കീർത്തനം 47 അധ്യായം അതിന്റെ 5-6. The book of Psalm 47 and verse 6 onwards. 47 സങ്കീർത്തനം അതിന്റെ 6-7 വായിച്ചു. ദൈവത്തിന് സ്തുതി പാടുവിൻ. എന്താ പാടേണ്ടത്? സ്തുതി പാടുവിൻ. എല്ലാവരും ഉറക്കെ പറയാമോ? സ്തുതി പാടുവിൻ. എല്ലാവരും സ്വന്തം വീണ്ടും പറയാമോ? ദൈവത്തിന് സ്തുതി പാടുവിൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ. ആർക്കാ പാടുന്നത്? നമ്മുടെ രാജാവിനെ സ്തുതി പാടുവിൻ. വീണ്ടും, ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം. നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ സകല അവസ്ഥയ്ക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക,
സാത്താനല്ല ഈ ഭൂമിയുടെ സകലത്തിനും ഭൂമിക്ക് രാജാവ് സാത്താനല്ല, നിങ്ങളുടെ ബോസ് അല്ല, നിങ്ങളുടെ ശത്രു അല്ല. നിങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ ഈ ഭൂമിക്ക് യജമാനായി രാജാവായി വാഴുന്നത് നമ്മുടെ കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? So when you sing, അവന്റെ ആധിപത്യം സ്വന്തം ഈ സ്ഥലത്തിലൊക്കെ ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. That's what God is going to do. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ജാതികളെ ഭരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സീ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി പാടണം. ഇംഗ്ലീഷിനകത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, sing with understanding. Sing praises with understanding. With understanding. നമ്മൾ എന്തോ പാടുന്നത് നമ്മൾ മനസ്സിലാക്കി പാടണം. നമ്മളൊക്കെ താളം അറിയാം, രാഗം അറിയാം. ഒന്ന് പാട്ട് പാടിയാൽ നമ്മളും കൂടെ ചേർന്ന് പാടും. Am I right? ഹലോ, ചെറിയ വയസ്സിൽ കേൾക്കുന്ന പാട്ടാ, മുട്ടോളമല്ല വാരയോളമല്ല, അവിടെ ഇവിടെ നോക്കിയൊക്കെ പാടാം. പാട്ടറിയാൻ താളം അറിയാം, പക്ഷെ ഇത് മനസ്സിലാക്കി പാടുമ്പോൾ ശക്തി വ്യാപരിക്കും. കമോൺ, നമ്മളൊക്കെ വിചാരിക്കും ചർച്ചപ്പെട്ട് ഞാൻ പാടുന്ന ഒന്നും നടക്കുന്നില്ലല്ലോ. കമോൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ശക്തി എന്തോ, വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി പാടിയാൽ ശക്തി വ്യാപരിക്കും. യഹോവ ജാതികളെ ഭരിക്കുന്നു, ഈ ഭൂമിയുടെ രാജഭവന. നിങ്ങൾക്ക് സ്തോത്രം, നിങ്ങൾക്ക് ഉറപ്പും ധൈര്യം വരും, ഭയം വിട്ടുമാറി. ഇന്ന് രാത്രി സ്തോത്രം. അതുപോലെ തന്നെ ഇങ്ങനെ വചനം വായിക്കാൻ 97-ാമത്തെ സങ്കീർത്തനം. How do you say 97? Psalm 96. 96. ഒന്നാം വാക്യം, രണ്ടാം വാക്യം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. എന്താ പാടാൻ പോകുന്നേ? പുതിയ പാട്ട്. എല്ലാവരും പഴയ പാട്ടാ. എന്ത് പാട്ടാ? കടമ്പാരമുണ്ട്, രോഗമുണ്ട്, അതിനായി ഞാൻ ഗുളിക കഴിക്കുന്നു. രാവിലെ എഴുന്നേറ്റു എന്നും ഇതേ അവസ്ഥ. ആ പാട്ടാണോ? നമ്മളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ എഴുന്നേക്കുമ്പോഴത്തേക്ക് നല്ല വാക്കുകൾ സംസാരിക്കത്തില്ല. They don't bless themselves. രാവിലെ എഴുന്നേറ്റ് സ്തുതിക്കണം. രാവിലെ എഴുന്നേറ്റ് സ്തുതിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ കണ്ണാടി നോക്കിയിട്ട് പ്രവാചകൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പ്രവചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ തന്നെ നോക്കി പ്രവചിക്കണം. I've learned one secret. The power to do anything is in the words. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വാക്കിലാണ് കൂടുതൽ ശക്തിയുള്ളത്. Come on. നിങ്ങളുടെ വീട്ടിന്റെ എത്ര പേർക്ക് വീട്ടിന്റെ അഗ്രിമെന്റ് ഉണ്ട്? ഈ വാടകയ്ക്കുള്ളവർ എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? സ്വന്തം വീടുള്ളവർ എത്ര പേരുണ്ട്? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, കാലി പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ശക്തിയുമില്ല, സ്റ്റാമ്പ് പേപ്പർ അങ്ങനെയല്ലേ? പക്ഷെ അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ശക്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവകാശം പറയാൻ ആരെങ്കിലും വന്നാൽ ശബ്ദം ഉയർത്തി അതിനകത്തുള്ളതിനെ വായിച്ച് കേൾപ്പിച്ചാൽ മതി, അവൻ ഓടിക്കും. കർത്താവ് അതാ ചെയ്ത്. സാത്താൻ വന്നപ്പം സാത്താനെ എഴുതിയിട്ടുണ്ടടാ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് സ്വന്തം ദൈവമക്കളും ചെയ്യേണ്ടത്. വാദമൊന്നും നമ്മൾ തന്നെ സംസാരിക്കണം. ദാവീദ് സ്വന്തം ഒത്തിരി പ്രശ്നത്തിൽ കൂടെ പോയപ്പം അവൻ പറഞ്ഞു, നാളെ തന്നെ ഞാൻ സൂസൈഡ് നോക്കുന്നുണ്ട്, നാളെ ഇവിടുത്തെ കന്നഡ ബസ് ഞാൻ എടുത്ത് സ്വന്തം നാട്ടിൽ പോകും, എവിടെയെങ്കിലും ഒള്ളി പോകുന്നല്ല എഴുതിയത്. സ്വന്തം അവിടെ എഴുതിയത് ഞാൻ മരിക്കില്ല. 118-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് സ്വന്തം അവിടെ പാട്ടുകാരൻ പറയുന്നത്, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിക്കും, യഹോവയുടെ അഭിഷേകം ഞാൻ വർണ്ണിക്കും. ഇന്നെത്ര പേർക്ക് പറയാൻ പറ്റും? പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അവിശ്വാസം സംസാരിക്കത്തില്ല. വാദം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ മരിക്കത്തില്ല. ഇന്ന് സ്വന്തം ജീവൻ വ്യാപരിക്കണം. ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിക്കും, യഹോവയുടെ അതിശയങ്ങൾ ഞാൻ വർണ്ണിക്കും. ആമേൻ. ഞാൻ കാര്യം പറയട്ടെ, ചിലരൊക്കെ എല്ലാം പറയും, ഞാൻ മരിച്ചായിരുന്നെങ്കിൽ നല്ലായിരുന്നു, കൊള്ളാമായിരുന്നു, ഈ ജീവിതം വേണ്ട, മരിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞവർ സ്തോത്രം ഒരു ദിവസത്തിൽ ചിലപ്പോൾ മരിക്കത്തില്ലായിരിക്കാം, ആക്സിഡന്റ് വന്നു, രോഗം വന്നു, പക്ഷെ എന്നും മരിക്കുന്നുണ്ടോ? വീട്ടിൽ സ്വസ്ഥതയില്ല, മനസ്സിന് സമാധാനമില്ല. നിങ്ങൾ സാധാരണ മരണത്തിന്റെ ശക്തിക്ക് വാദം തുറന്നു കൊടുത്തു. പക്ഷെ എന്താ പാടേണ്ടത്? നിങ്ങളെ നോക്കി തന്നെ ജീവനെ സംസാരിക്കണം, ജീവനെ പാടണം. മനസ്സിലാകുന്നുണ്ടോ? പിശാച് വരുന്നത് അലപ്പാനും നശിപ്പാനും മുടിക്കാനാണ്, പക്ഷെ യേശു വന്നത് ജീവൻ നൽകാൻ, സമൃദ്ധിയായ ജീവൻ. അപ്പൊ സമൃദ്ധിയായ ജീവൻ വരണമെങ്കിൽ നിങ്ങൾ വാദം ആക്ടിവേറ്റ് ചെയ്യണം. പാടാൻ റെഡിയാണ് യേശുവിന്. എനിക്കറിയാം സ്വന്തം സമയമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ എന്തോ പാടേണ്ടത്? പുതിയ പാട്ട്. അയ്യോ റെഡി. ഇതുവരെ കടം മേടിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ പറഞ്ഞാൽ, എപ്പോഴും ദരിദ്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ അനുഭവത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് ഇന്ന് നിങ്ങൾ പുതിയ പാട്ട് പാടണം. അയ്യോ റെഡി.
വിശ്വാസത്തിന്റെ പാട്ട്. വിശ്വാസത്തിന്റെ പാട്ട് എന്തുവാ? കർത്താവ് തന്നിട്ടുണ്ട്, കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പണ്ട് സ്തോത്രം, ഞാൻ ഈ ക്രൂസൈഡിലൊക്കെ പ്രസംഗിക്കുന്ന മുമ്പേ എന്നെ ആരും വിളിച്ചിട്ടില്ല, ചെറിയ വയസ്സിലായിരുന്നപ്പോൾ. സ്തോത്രം ആർക്കും വേണ്ട. ആ സമയത്തിലൊക്കെ അല്ല ഞാൻ കന്നഡ നോക്കി പ്രസംഗിച്ചത്. 2 ലക്ഷം ആൾക്കാരുണ്ട്, 10,000 ആൾക്കാരോട് സ്തോത്രത്തിന്റെ മുമ്പിലുണ്ട്. കന്നഡ നോക്കിയിട്ട് ഞാൻ പ്രസംഗിച്ചത്. ചിലർക്ക് വരുമ്പോഴത്തേക്ക് വിചാരിച്ചു ഇവനെ സ്തോത്രം ചില എന്തോ പട്ട് കൂടി പോയി തോന്നുന്നത്, അങ്ങനെയൊക്കെയെല്ലാം വിചാരിച്ചു. പക്ഷേ നമ്മൾ എന്ത് സംസാരിച്ചു? ഞാൻ ഇതൊക്കെ വിശ്വാസം കൊണ്ട് വിളിച്ചു പറഞ്ഞു, അതൊക്കെ നടന്നിട്ടുണ്ട്. If you can speak, if you can sing, നിങ്ങൾ പാടാൻ തയ്യാറാണെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതം. ഇതുവരെ ബന്ധനം, പ്രശ്നം, രോഗം എന്ന് പാടിക്കൊണ്ടിരുന്നാൽ ഇന്ന് തൊട്ട് നിങ്ങൾ അനുഗ്രഹം, വിടുതൽ, ഉയർച്ച, ക്ഷയത്തിന്റെ പാട്ട് പാടാൻ തുടങ്ങിയോ? വരുന്നുള്ള ദിവസങ്ങൾ അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. താഴെ വായിച്ചോ ബ്രദറെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. എത്ര പവർഫുൾ ആയിട്ട് വേർഡ്. സകലത്തിന് യോഗ്യനായ കർത്താവ്, സകലത്തിന് വലിയ ദൈവം കർത്താവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം, പഠിക്കണം. അവൻ അതാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ പഠിക്കണം. അടുത്തത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 8-9. സംഖ്യാപുസ്തകം 14:8-9. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ബോസ് പ്രസാദിക്കണമെന്നില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നോക്കി പ്രസാദിക്കണമെന്നില്ല. ഹലോ, ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്നേ ഇന്ന് നിങ്ങളിൽ യഹോവ പ്രസാദിച്ച നമ്മളൊക്കെ ദൈവത്തെ പ്രസാദിക്കുന്നു. പക്ഷെ കർത്താവ് നമ്മൾ പ്രസാദിച്ചു കഴിഞ്ഞാൽ if the Lord delights, if Lord is pleased in us. ഇത്ര പേർക്ക് പറയാൻ പറ്റും ആരോടാ ദൈവം പ്രസാദിച്ചിരിക്കുന്നത്? 147-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് നടക്കുന്നവർക്ക്, അവരുടെ ദയയിൽ ആശ്രയിക്കുന്നവർക്ക് യഹോവ പ്രസാദിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ യഹോവ പ്രസാദിച്ചിരിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവിന്റെ ദയയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? നിങ്ങളുടെ ബോസിന് ദയ വേണ്ട, മനുഷ്യരുടെ, നിങ്ങളുടെ കുടുംബക്കാർ, നാട്ടുകാരുടെ ദയ വേണ്ട. അവരൊക്കെ എല്ലാം അവരുടെ ദയൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ യഹോവയുടെ ദയ നിങ്ങളുടെ മീതെ വന്നാൽ, യഹോവയ്ക്ക് ഭയപ്പെട്ട് നടന്നാൽ നിങ്ങളുടെ മീതെ ദൈവം പ്രസാദിച്ചിരിക്കും. ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ എന്തോ നടക്കുന്നത്? സംഖ്യാപുസ്തകത്തിനകത്ത് വായിച്ചാൽ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അനുഗ്രഹം, ഉയർച്ച. പാലും തേനും എന്ന് പറയുന്നത് സമൃദ്ധി, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് സമൃദ്ധിയായ ഒരു സ്ഥലം, ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. വായിച്ചോ പ്ലീസ്. അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ആർക്ക് തരും? നമുക്ക്. നിങ്ങൾ പാടിയാൽ, നിങ്ങൾ വിശ്വാസം സംസാരിച്ചാൽ, നിങ്ങൾ യഹോവയ്ക്ക് ഭയന്നാൽ, നിങ്ങൾ ദൈവത്തെ പ്രസാദിച്ചാൽ, അടുത്തുള്ള വീടിന്റെ ആൾക്കാർക്ക്, അടുത്തുള്ള വ്യക്തിക്കല്ല, നിങ്ങൾക്ക് ദൈവം തരാം, നമുക്ക് തരും. എത്ര പേര് ഉറപ്പോടെ പറയാൻ പറ്റും? നമുക്ക് തരും. കോർമംഗല ദൈവം നമുക്ക് തരും. മടിവാളയ ദൈവം നമുക്ക് തരും. സ്ഥലം താവരക്കര എന്ന് പറഞ്ഞാൽ ഈ ലോട്ടസ് ഈ സ്ഥലം യഹോവയ്ക്കുള്ളതായി മാറും. മനസ്സിലാവുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അതല്ലാതെ ചെയ്യും, അതല്ലാതെ സ്തോത്രം ബാംഗ്ലൂർ പട്ടണം കർത്താവിന്റെ കൈ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്തോത്രം പാടാൻ തയ്യാറാണെങ്കിൽ യഹോവയുടെ പ്രവർത്തികൾ വെളിപ്പെടും. അവിടെ വായിച്ച യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. യഹോവയോട് മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ, യഹോവ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചാൽ നമ്മൾ മത്സരിക്കുന്നവരാണ്. ദൈവം നിന്നെ രാജാവ് എന്ന് വിളിച്ചു, ഞാനോ? ചിലർക്ക് പറഞ്ഞ അങ്ങനെയൊന്നും തോന്നുന്നില്ല ബ്രദറെ. എനിക്കൊരു വണ്ടി പോലും ഇല്ല, 2 വീലർ പോലും ഇല്ല, എന്നോട്ടാണോ? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച സകലരും രാജാക്കൾ.
ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നടക്കും. ഓക്കെ, നമ്മൾ അതിനെതിരെ ഞാനല്ല കർത്താവ്, ഞാൻ പാപമാണ്, ഞാനല്ല എന്ന് പറഞ്ഞാൽ അതാണ് മത്സരം. എന്ന് പറഞ്ഞാൽ ദൈവം ഒന്ന് പറഞ്ഞാൽ ഞാൻ അതല്ല എന്നാണ് പറയുന്നത്. ഇനി എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും? നിങ്ങളെ ദൈവം ധനവാനായിട്ട് മാറ്റാൻ പോകും. I'm speaking to you, I'm prophesying. നിങ്ങളോട് നോക്കി ഞാൻ പ്രവചിക്കുക. നിങ്ങൾ രോഗിയായിട്ടല്ല, നിങ്ങൾ സ്വന്തം ആരോഗ്യമുള്ളവരായിട്ട് ദൈവം, ദരിദ്രത്തിലല്ല സമൃദ്ധിയിലാണ് ദൈവം സംസാരിക്കുമ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. അന്ന് സ്തോത്രം. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ദൈവമക്കൾക്ക് ഫ്ലൈറ്റ് ദൈവം തരാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ അവിടെ സ്തോത്രം, അവിടെ പാസ്റ്റ് അവിടെ പ്രവാചകൻ പറഞ്ഞ നീ ശുശ്രൂഷകന്മാരും വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒറ്റ ചാട്ടം അങ്ങോട്ട് പോവാൻ. ബിക്കോസ് ദൈവം പറഞ്ഞത് ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമോ? എന്നോട് ദൈവം ഒരു ദിവസം ഒരു പ്രവാചകൻ മുഖേന ഒരു ചില ദിവസങ്ങൾ മുമ്പേ വീട്ടിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർ ദൈവം തരുന്ന. അപ്പം ഒരു ദിവസം എന്നോട് ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് ഒരു കാർ തരാം. അപ്പൊ എന്റെ പോക്കറ്റിനകത്ത് 200 രൂപ മാത്രമേ ഉള്ളൂ, 200 rupees മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. 2 വീലർ മാത്രമാണ്. അപ്പം ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ പെട്രോൾ ഇട്ട് പോകാനുള്ള മാത്രത്തിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വെച്ചിരിക്കുക. ഒരു ദിവസം ബ്രദർ വിളിച്ചു, ബ്രദറെ കട വരെ പോവാം, ഒരു കാർ മേടിക്കും. ഞാൻ വിചാരിച്ചു ഈ ടോയ് ഷോപ്പിൽ എന്താ പറയുന്നത്, ടോയ് ഷോപ്പിൽ എന്താ പറയുന്നത്, അപ്പം കളിക്കുന്ന ഒരു കാർ മേടിക്കാനായിരിക്കും. എൻ്റെ കയ്യിൽ ഇച്ചിരി ഒരു റിമോട്ട് കൺട്രോൾ കാറുണ്ട്, അതായിരിക്കും ഞാൻ വിചാരിച്ചു. അപ്പം ഉടനെ ഞാൻ പറഞ്ഞു ബ്രദറെ വേറെ ബ്രദറിനെ ഒരു കാർ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ കാർ വേണമെങ്കിൽ കാശ് വേണമെന്നില്ല, വിശ്വാസമുണ്ടോ? ദൈവം പ്രവർത്തിക്കും. ഒത്തിരി നന്മകൾ വരേണ്ടത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, കപ്പാസിറ്റി കൊണ്ടല്ല, വിശ്വാസം കൊണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ദൈവം പറയുമ്പോൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ മതി, ബാക്കി ദൈവം ചെയ്തോളൂ. അന്ന് പ്രവാചകൻ വന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ പ്രോസ്പെരിറ്റിയിൽ നടത്തുമെന്ന് പറഞ്ഞാൽ ആരും ഒരു ആമേൻ പോലും പറഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി. അന്ന് മുമ്പിലോട്ട് ചിലരെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ദൈവം എന്നെ കൂടെ അവിടെ വിളിച്ചായിരുന്നു നന്നായിരുന്നു. സ്വന്തം അപ്പം പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലോ വിദേശത്തൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകും. ദ്രവ്യാഗ്രഹമായില്ല, അങ്ങനെയൊന്നുമില്ല. ദൈവം തന്നാൽ സ്തോത്രം. ദൈവമക്കൾ, ഇവിടെയുള്ള ദൈവമക്കളൊക്കെ എല്ലാം പ്രോസ്പർ ആകണം. Are you listening to me? Poverty mentality യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യും. ഈ ദേശം പിടിച്ചെടുക്കുന്ന നിങ്ങൾ സഹായിക്കും. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, പിശാചിനെ നോക്കി ഭയപ്പെടരുത്, പ്രശ്നം നോക്കി ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു, താഴെ അവരുടെ ശരണം പോയിരിക്കുന്നു. കർത്താവ് ചിലതിന്റെ ശക്തികളുടെ ശരണം എടുത്തില്ല, അവരുടെ ശരണം പോയി. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നമ്മുടെ കൂടെ ആരുള്ളത്? പണമില്ല കുഴപ്പമില്ല, വ്യക്തികളില്ല കുഴപ്പമില്ല, ദൈവം ഇല്ലെങ്കിൽ എല്ലാം കുഴപ്പം പ്രശ്നമാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും, അത് മതി. വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പണം, നാട്ടുകാർ, വീട്ടുകാർ, സ്നേഹിതന്മാർ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കർത്താവ് കൂടെ ഉണ്ടോ? നിന്റെ മുമ്പിൽ ചെയ്യുന്നു, തോറ്റു പോകില്ല. പ്രാർത്ഥിക്കാൻ പാടാൻ റെഡിയാണോ? രണ്ട് കോറസ് പാടാൻ റെഡിയാണോ? നമ്മുടെ സ്വത്രം ജസ്റ്റ് 2 കോറസ് പാടാൻ പോകും. എനിക്ക് സമയം കഴിഞ്ഞു. 2 കോറസ് സ്വത്രം സകലത്തെ മാറണം. ഡോറൊക്കെ ലോക്കാൻ തോന്നുന്നു. We going to sing praises എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പാടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തോ ഇല്ലാത്തതെന്നോ ഓർത്തോണം. ബ്രദറെ, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇത് ജനിച്ചിട്ടില്ല, ഇതായിട്ടില്ല, നടന്നിട്ടില്ല, ഒരു സാക്ഷ്യമില്ല, ഒരു വിടുതലായിട്ടില്ല. ഇത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നടത്തണം. ഭയമാണോ? വിടുതൽ നടക്കണോ? സ്തുതിക്കാൻ വേണ്ടി തയ്യാറായിക്കോ. അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തനാണല്ലോ എന്റെ ദൈവം. We going to say that സർവശക്തന്റെ ശക്തി വെളിപ്പെടുമ്പോൾ വിടുതലുകൾ നടക്കാൻ പോകുന്നു. സകലത്തെ മാറുന്ന ഈ 2 കോറസ് പാടാൻ പോകുന്നു. Thank you Lord, thank you Jesus. Worship Him. സർവശക്തനാണല്ലോ എന്റെ ദൈവം, സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം,